സാധാരണ ദൈവത്തെ പറ്റിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫാദർ ഇപ്പൊ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്തിനാണ് മക്കളെ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു ശിക്ഷ അത് നിങ്ങൾ മരിച്ചു ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും കാലം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി അവർ എണീറ്റ് എന്നിട്ട് പറയാണ്, എന്റെ മോൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഞാൻ ഈ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് അവൻ ആ ഒരു ഡ്രഗ് അഡിക്ഷൻ എന്നൊക്കെ മാറിയിട്ട് അവനിപ്പോ വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ഫാദർ പറയാണ്, അവൻ ഡ്രഗ് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവനെങ്കിലും കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ നിർത്തിയിട്ട് അവൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ കുത്തിരിക്കുന്നുണ്ട്. ആർക്കാണ് ഇപ്പൊ ഗുണമുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവരുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്ന ഒരു കപ്പിൾ എണീറ്റ് എന്നിട്ട് പറയാണ്, ഒരുപാട് കാലമായിട്ട് കുട്ടികളില്ലാതിരുന്ന ഒരു കപ്പിളാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ദൈവത്തോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എന്റെ വൈഫ് പ്രഗ്നന്റ് ആയത്. അതെനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഫാദർ, എടാ അത് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റ് അല്ല, നിന്റെ തൊട്ടടുത്തിരിക്കുന്ന നിന്റെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന മേയറിനെ വിളിച്ചിട്ട് ഈ ഒരു ഫാദർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ മേയർ എണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഓരോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചിട്ട് എന്താ ഗുണം? ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാക്സിമം പാവം ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക. നമ്മൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടാനുള്ള ശിക്ഷ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഈ ഒരു ഭൂമി സ്വർഗ്ഗാക്കി മാറ്റല്ലേ മക്കളെ വേണ്ടത് എന്നിങ്ങനെയൊക്കെ ആ ഒരു ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ആ ഒരു ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് മറ്റാരും ആയിരുന്നില്ല,